ആ കോള് വന്ന് ഒരു ജോലി, നല്ലൊരു ജോലി തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നേരത്തെ അപ്ലൈ ചെയ്തതിൽ നിന്നും എനിക്ക് ഒത്തിരി കോളുകൾ വന്നു. പക്ഷേ അതിൽ ഉചിതമായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ അമ്മയുടെ കൃപയിലൂടെ സാധിച്ചു. പിന്നെ ഒരു വചനം എനിക്ക് ഓർമ്മ വന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂടിച്ചേരുമെന്നാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുതിലേ ഉള്ളൊരു ഡ്രീം തന്നെയായിരുന്നു പുറത്തുപോയി പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചപ്പം അതിൽ ഈ IELTS-ഉം OET-യും ഒന്നും ഞാൻ കണ്ടില്ല. അത് അവിടുത്തെ ആ രാജ്യത്തിലും നീതിയിലുള്ള ഒന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പിരിച്വൽ ലൈഫിലെ ഗ്രോത്ത് തന്നെയാണ് വെച്ചത്. അപ്പം അതിൽ ഞാൻ 2-3 ദിവസമായിട്ട് ചിന്തിക്കുകയാണ് എന്താണ് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, അമ്മ തന്നെ പറഞ്ഞു തന്നതാണ്, നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒറ്റയ്ക്കായി എന്ന് നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയവും സാന്നിധ്യവുമാണ് സ്പിരിച്വൽ ഗ്രോത്ത്. അല്ലാതെ എന്താ പറയുക, വലിയ എക്സാംസ് നേടുക, വലിയ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ജീവിക്കുക, അതിനേക്കാൾ ഉപരി എൻ്റെ ഇന്നർ സോളിന് വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തത്.